ഇന്നൊരു കുഞ്ഞ വിഷു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ചെന്നൈയിൽ വന്നിട്ട് ആദ്യത്തെ വിഷു ആണ്. അപ്പൊ നമ്മൾ തലേന്ന് തന്നെ കണിക്കൊന്ന പറിക്കാനായിട്ട് പോവാം. നമ്മുടെ ഫ്ലാറ്റിന്റെ തൊട്ട് ബാക്ക് ഗേറ്റിന്റെ അവിടെ തന്നെ കൊന്നമരം ഉണ്ടായിരുന്നു. രാവിലെ നോക്കുമ്പോൾ അത് ഇഷ്ടം പോലെ കണിക്കൊന്ന ഉണ്ടായിരുന്നു, പൂവുണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിങ്ങിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ പറിക്കാം എന്നുള്ള ഉദ്ദേശത്തിന് മുന്നേ വാട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, വാടുണ്ടല്ലോ പൂവെന്ന് വിചാരിച്ചിട്ട് വൈകിട്ട് പറിക്കാന്ന് വിചാരിച്ച് ചെന്നപ്പോഴത്തേനും അതിന്റെ അറ്റത്ത് മാത്രമേ പൂക്കളുള്ളൂ, ബാക്കിയെല്ലാം ആൾക്കാർ കൊണ്ടുപോയി. ഇത്രയും മലയാളികൾ ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പൊ ഞങ്ങള് പിന്നെ ഫ്ലാറ്റിൽ പോയി ഒരു ഏണിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടാണ്, ഒരു കമ്പും കോലൊക്കെ ഇട്ടിട്ടാണ് ഏറ്റവും മുകളിൽ നിന്നാണ് പറിക്കുന്നത് കേട്ടോ. ഇച്ചിരി പാടായിരുന്നു. നമുക്ക് ഡൽഹിയിൽ ഉള്ളപ്പോഴൊന്നും കണിക്കൊന്ന കിട്ടാറില്ല. ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് അമ്മാളുമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ കുറച്ച് മലയാളീസ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൂടെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇത്രയും കിട്ടിയുള്ളൂ, പിന്നെ എല്ലാവർക്കും കേട്ട് കൊടുത്തു. അങ്ങനെ ഇതാണ് നമ്മുടെ വിഷുക്കണി. ഇവിടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പൂജാ റൂം പോലെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ടേബിളിലൊന്നും വെക്കേണ്ടി വന്നില്ല. അതിൻ്റെ ഉള്ളിലത്തെ രൂപങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെ തന്നെയാണ് നമ്മൾ കണി വെച്ചത്. അങ്ങനെ നമ്മൾ കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറി. മക്കള് പിന്നെയും കിടന്ന് ഉറങ്ങിട്ടോ. കണി കണ്ടിട്ട് നേരത്തെ കണി കാണുമല്ലോ, കണി കണ്ടിട്ട് അവർ കുറച്ചും കൂടെ നേരം പോയി കിടന്നു. ഞാൻ വിചാരിച്ചാൽ കിടന്നോട്ടെ, അവര് നേരത്തെ എണീറ്റിരുന്നിട്ടൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. പിന്നെ അവരൊരു 7 മണി 8 മണിക്കൊക്കെയാണ് എണീറ്റ് വന്നത് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഒരുവിധം വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ രണ്ടാമത്തെ ട്രിപ്പാണ്. ആദ്യത്തേല് സാമ്പാറിൽ ശരിക്ക് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തേല് ഇതിപ്പോ അവിയലും ഇത് മാങ്ങക്കൂട്ടാനാണ്. നമ്മൾ മധുരമുള്ള കറി വെക്കുമല്ലോ, അതിന് നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സീസൺ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ മാങ്ങക്കറി, പിന്നെ ഓലനാണ് ഇപ്പോഴത്തെ ഈ അടുക്കള സെറ്റിലിരിക്കണത് കേട്ടോ. 3 അടുപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ടക്കടക്കേന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയാവും. അപ്പൊ ഇത് അവിയലിനുള്ളതാണ്. ഞാൻ അങ്ങനെ തലേ ദിവസം ഒന്നും വെക്കാറില്ല. ഇത് ഓലനായതാണ് കേട്ടോ. ചിലടത്ത് കുമ്പളങ്ങി മാത്രം ഇട്ട് വെക്കും. ഞാൻ കുമ്പളങ്ങയും പയറും തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടാണ് വെക്കാറ്. അക്കുന് ഭയങ്കര ഇഷ്ടമാണ് ഓലൻ. ഇത് അവിയലാണ്. ഞാൻ അങ്ങനെ പുളിങ്കറി മാത്രമാണ് തലേ ദിവസം വെക്കാറുള്ളൂ. ബാക്കിയെല്ലാം രാവിലെയാണ് ചെയ്യുക കേട്ടോ. തനിച്ചാണ്, ആരും ഹെൽപ്പിനൊന്നുമില്ല. ഏട്ടൻ തേങ്ങ ചിരകി തരും. വേറെ കാര്യമായിട്ട് അങ്ങനെ ചെയ്യാനറിയില്ല. വെജാണ് കേട്ടോ. നോണാണെങ്കിൽ പിന്നെ ആള് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാനിങ്ങനെ കുക്കിംഗ് അധികം വീഡിയോസ് എടുത്ത് വെച്ചില്ല. ഞാൻ വിഷു വ്ളോഗ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും കാണിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ സദ്യവട്ടങ്ങളും എല്ലാമായി. ഒരേ ഒരു ഫ്രണ്ട് ഉള്ളൂ ഇവിടെ വരാനായിട്ട്. അവര് നിലത്തിരുന്ന് കഴിക്കാൻ ഭയങ്കര ഞാനൊരു ഹാപ്പി വിഷു എല്ലാവരോടും പറയാനായിട്ട് പറഞ്ഞ്. 2 പേർക്ക് പനിയാണ് കേട്ടോ. നടുക്കിലിരിക്കുന്ന 2 ആൾക്ക് പനി ജലദോഷമൊക്കെയാണ്. അത് കാരണം ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇങ്ങനെയോ ഇരുന്ന് കഴിക്കുകയാണ് പാവം. ഒരു ഹാപ്പി വിഷു പറയാൻ പറഞ്ഞിട്ട് 2 ആൾക്ക് വയ്യ. ഉണ്ടാവും, മുഖമൊക്കെ പോടും. അങ്ങനെ ഹാപ്പി വിഷു പറയാനുള്ള റെഡിയാക്കലാണ്. ഹാപ്പി വിഷു. ഇനി അടുത്ത് നമ്മുടെ ഫോട്ടോ സെഷനാണ്. അതും കൂടെ കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ വിഷു അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി വിഷു.